ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുറുമക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ ഹാഫ് മോണി ആകുവാൻ സഹായിച്ച എല്ലാ നല്ല ഹൃദയങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കുറുമക്കറിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാം. ഗ്രീൻ ബീൻസ് മുഖ്യമാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ബീൻസ് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തോടെ വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം വരും കേട്ടോ ഗ്രീൻ ബീൻസ്. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ, ക്യാരറ്റ്, സവാള, അതുപോലെ തന്നെ ബീൻസ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് കേട്ടോ. ഇത്രയും നമുക്ക് ഒരു ഗ്രീൻ ബീൻസിനോട് വേവിക്കാനായിട്ട് വേണം. പിന്നെ താളിക്കാനായിട്ട് സവാളയും ക്യാപ്സിക്കവും വേണം. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഉണ്ട് കേട്ടോ. ഇനി ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുണ്ടെങ്കിലും ഇത് ഇച്ചിരി പാടാണ് കേട്ടോ. പക്ഷേ ഞാനുണ്ടല്ലോ എളുപ്പത്തിന് വേണ്ടിയിട്ട് തലേ ദിവസമേ ഈ മസാല എല്ലാം വറുത്ത് പൊടിച്ച് വെക്കും. അതെന്താണെന്ന് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ നല്ലോണം ചുവക്കെ, അതായത് നല്ല മൂപ്പിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ വറ്റൽ മുളകും മല്ലിയും പെരിഞ്ചീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും കേട്ടോ, ഇത്രയും സാധനങ്ങൾ വറുത്ത് പൊടിച്ചൊരു ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറുമക്കറിക്കും ഉരുളക്കിഴങ്ങ് കറിക്കൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ അത് കുക്കർ കഴുകിയിട്ട് ഞാൻ ഗ്രീൻ ബീൻസ് വെച്ചിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസ് തട്ടിക്കൊടുക്കാം. ഈ സമയം നമുക്ക് തക്കാളി വേണമായിരുന്നു കേട്ടോ. ഞാൻ പേസ്റ്റ് അരച്ച സമയത്ത് തക്കാളി അരച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുരുമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഒരു 3-4 വിസിലാകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ബീൻസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. ഈ സമയം ഞാൻ പേസ്റ്റും അരച്ചിട്ടുണ്ട്. അത് നമ്മുടെ മസാല ഉണ്ടല്ലോ അതും തക്കാളിയും കൂടി വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുക്കറിനകത്ത് ആക്കി കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ തക്കാളി ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അത് അരച്ചെടുത്തു. പിന്നെ അതവിടെ സവാളയും ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം ഞാൻ വെജിറ്റബിൾസും ഇട്ടിട്ടില്ല, കറിച്ച് വെന്തങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ താളിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ രാവിലെ കാപ്പിക്കാനായിട്ട് ദോശ, നിങ്ങൾക്ക് ചപ്പാത്തി, അപ്പം, പുട്ട് എന്തിനോട് വേണമെങ്കിലും ഈ കറി ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതുപോലെ തന്നെ പെരിഞ്ചീരവും ഏലക്കയൊക്കെ ഇട്ടതിന് ശേഷം സവാള ഇട്ടു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ക്യാപ്സിക്കവും സവാള എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ ഗരം മസാല, ഞാൻ ആ മറ്റേ മസാലയിൽ പെരിഞ്ചീരകമാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ സ്പൈസസും കൂടിയിട്ടുള്ള ഗരം മസാല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളപ്പിച്ച് മൂപ്പിച്ച് അതെടുക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ കുറുമക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് കുറുമക്കറി ചെയ്യുന്നതെന്നുള്ളത് വീട്ടമ്മമാർ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതവിടെ ഗ്രീൻ ബീൻസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ. നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ ബീൻസൊക്കെ ഒന്ന് വെന്തുടയാനായിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് വെച്ചല്ലോ അത് അവിടെ ചേർത്ത് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്തു. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും. ഈ സമയം നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് നല്ല കുറുകി എടുക്കുമ്പോഴത്തേക്ക് അടിപൊളിയായി സ്വാദിഷ്ടമായിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദോശയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ ദോശയും കുറുമക്കറിയും നല്ല ചൂട് ചായയും കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.